ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. വൈകിട്ട് കൊട്ടിക്കലാശം കളറാക്കാൻ തന്നെയാണ് മുന്നണികൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് മുന്നണികളുടെ ഒരു കണക്കുകൂട്ടൽ? ഗുഡ് മോർണിംഗ് ദിവ്യ, സേഫ്. നിങ്ങൾ കാസർഗോഡ് എത്തി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്തിയോ? കാസർഗോഡ് എത്താറായോ? കണ്ണൂർ ബീച്ച്. ഓ, നമ്മുടെ സ്വന്തം നാട്ടിലാണ്. നിങ്ങളുടെ നാട്ടിലാണ്. ഓക്കെ, എന്തായാലും അവിടുത്തെ പോലെ അല്ല. ഇവിടെ ഒരു 2 ദിവസം മുമ്പാണ് ഇങ്ങോട്ടേക്ക് തെരഞ്ഞെടുപ്പ്. നമുക്കറിയാലോ, ഇന്നിവിടെ കൊട്ടിക്കലാശാണ്. വലിയ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തി മുന്നണികളൊക്കെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ കൊട്ടിക്കലാശമൊക്കെ തുടങ്ങി വെച്ചിരുന്നു. ഇന്നിപ്പോ രാവിലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ പര്യടനത്തിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അവസാന ദിവസമായതുകൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് പള്ളികളൊക്കെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും സ്ഥാനാർത്ഥികളുടെയൊക്കെ പര്യടനം നടക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ജനശ്രദ്ധ നേടാൻ സാധ്യതയുള്ള ഒരു കോർപ്പറേഷൻ കൂടിയാണിത്. ഇവിടെ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിന് LDF വിജയിച്ച സ്ഥലമാണ്. മാത്രമല്ല LDFന്റെ ഒരു സ്വന്തം തട്ടകമായി LDF കൊണ്ടു നടക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആർക്കും അത് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ, അല്ലെങ്കിൽ അത്തരമൊരു ഉറപ്പിലാണ് അവർ ഇത്തവണ LDF തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്നു 100 സീറ്റാണ്. അതിൽ 52 സീറ്റ് നേടിയാണ് LDF ഈ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചത്. BJP തൊട്ട് പിന്നിലുണ്ടായിരുന്നു 35 സീറ്റുമായി. അതുകൊണ്ട് BJP ഇത്തവണ അങ്ങോട്ടേക്ക് വന്ന് കയറുമോ എന്നുള്ളൊരു ഭയം LDFനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് വലിയ കരുതലോടുകൂടിയാണ് LDF ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലുള്ളത്. നമുക്ക് UDFന്റെ കാര്യം അറിയാം. UDF കഴിഞ്ഞ തവണ തകർന്ന് തരിപ്പണമായി പോയി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവലം 10 സീറ്റ് മാത്രമായിരുന്നു UDFനുണ്ടായിരുന്നത്. അതുകൊണ്ട് നില മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. എന്തായാലും ഞാൻ LDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. ഈ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് മീഡിയ വണ്ണിന്റെ ഓഫീസ് കൂടി സ്ഥിതി ചെയ്യുന്നത് പാളയം വാർഡാണ്. ഈ പാളയം വാർഡിലെ LDFന്റെ സ്ഥാനാർത്ഥി റീന വില്യം അവര് പ്രവർത്തകർക്കൊപ്പം രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ ഇത്തവണ പാളയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ പാളയം രാജൻ മത്സരിച്ച LDFന്റെ ഒരു സ്വന്തം സ്ഥലമാണിത്. ഇത്തവണ സീറ്റ് നിലനിർത്താൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നത്? പാളയം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് LDFന്റെ സ്ഥലമാണ്. കഴിഞ്ഞ 20 വർഷമായി ഇത് LDFന്റെ കൈകൾ ഭദ്രമാണ്. പാളയം രാജന് മുമ്പേ ഐഷ ബേക്കർ, തുടർന്ന് പിന്നെ പാളയം രാജൻ, പിന്നെ ഐഷ ബേക്കർ. അപ്പോൾ ഈ പ്രാവശ്യം പാർട്ടിയിൽ ഞാനാണ് മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് യാതൊരു സംശയവുമില്ല, നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നല്ല രീതിയിലെല്ലാം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നമുക്ക് പൂർണ്ണ കോൺഫിഡൻസ് ആണ്, ജയിച്ചു തന്നെ വരും. നല്ല സീറ്റ് നിലനിർത്തും. തീർച്ചയായിട്ടും. സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടോ? ഓരോ ദിവസമായിട്ട് ഉണ്ട്. ആൾക്കാരൊക്കെ എന്ന് പറയുന്നു? നമ്മുടെ എല്ലാവരും നല്ല അഭിപ്രായമാണ്. നമ്മുടെ LDF ജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ ഇത്തവണ പിടിക്കോ, അതെ നിലനിർത്തോ? പിടിച്ചിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ LDF തന്നെ ഭരിക്കും. തുടർഭരണം ഉണ്ടാവും. ഇവിടെ BJP വരും എന്നുള്ള ഒരു പേടി നമുക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ BJP ഇവിടെ അവരുടേതായിട്ടുള്ള ഓരോ അഴിമതിയാണ് നടത്തുന്നത്, വർഗീയതയാണ് നടത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF വീണ്ടും അധികാരത്തിൽ വരും. പാളയം വാർഡിൽ സഖാവ് റീന വില്യംസ് ജയിച്ചിരിക്കും. ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ വലിയ അഴിമതി ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ. മാലിന്യ സംസ്കരണ പദ്ധതിയുമൊക്കെ ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നൊക്കെ. അതൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളെന്തെല്ലാം വികസനം നമ്മുടെ പിണറായി സഖാവ് നടത്തിയിട്ടുണ്ട്. അത് ലോൺ എടുത്തിട്ട് വരെ നടത്തുമ്പോൾ അത് തെറ്റാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ സാർ, ഇപ്പൊ ഈ വികസനത്തിന്റെ പേര് പറഞ്ഞു തന്നെയാണ് ഇത്തവണ നഗരസഭയിൽ എന്താ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കോർപ്പറേഷനിൽ? ഇവിടെ കോർപ്പറേഷനിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് വികസനം തന്നെയാണ്. ഞങ്ങൾ വിവാദത്തിന്റെ പുറകെ പോകുന്ന ആളുകളല്ല. ഞങ്ങൾ വികസനത്തിന്റെ, മുഖ്യമന്ത്രി അത് എപ്പോഴും പറയാറുണ്ട്, വികസനത്തിന്റെ പുറകെയാണ് LDF. നമ്മൾ നിൽക്കുന്ന ഈ റോഡ് തന്നെ സ്മാർട്ട് റോഡ്. നമ്മൾ എത്ര പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ റോഡ് എങ്ങനെയിരുന്നു, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം.